ഗൾഫ് ഓഫ് ഒമാനിൽ US ഫിഫ്ത്ത് ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നാവിക പടക്കപ്പലിനെയും IRGC ആക്രമിച്ചതായി അവർ അവകാശപ്പെട്ടു. നേരത്തെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ബഹ്റൈനാണ് ആക്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ പറയുന്ന ഗൾഫ് ഓഫ് ഒമാനിൽ കിടന്ന അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. പതിവ് പോലെ അമേരിക്ക അത് നിഷേധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ വീണ്ടും അസ്വസ്ഥതയുടെ വിത്തുപാകി ഇറാൻ്റെ മേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി മറ്റ് സംവിധാനങ്ങളിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നതിൽ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത്രമേൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും പ്രത്യാക്രമണം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചിലർ പറയുമ്പോൾ, ആദ്യത്തെ അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൻ്റെ ആലസ്യം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചില്ലെന്നും അവരും എന്തിനും പോന്ന കരുത്തോടെ കാത്തിരിക്കുകയാണെന്നുമാണ് പറയപ്പെടുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ആക്രമണം നടക്കുന്ന മേഖലയുടെ തന്ത്രപ്രധാനമായ പിടി അവരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്ജ്. കാരണം അവർ തീരുമാനിക്കുന്നത് പോലെ സഞ്ചരിച്ചില്ലെങ്കിൽ ലോകം നേരിടാൻ പോകുന്നത് വളരെ കടുത്ത വെല്ലുവിളിയായിരിക്കുമെന്ന് അവർക്കും അറിയാം, അമേരിക്കയ്ക്കും അറിയാം, ലോകത്തുള്ള എല്ലാ രാജ്യ നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും കൃത്യമായി പ്രത്യാക്രമണം നടത്താൻ തയ്യാറാകുന്നത്. ഗൾഫ് ഓഫ് ഒമാനിലാണ് അമേരിക്കയുടെ ഏതാണ്ട് $7 ബില്യൺ വിലയുള്ള വലിയ നാവിക വ്യൂഹം കിടന്നത്. ആ നാവിക വ്യൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫ് ഓഫ് ഒമാനിലും പേർഷ്യൻ ഗൾഫിലെയും സന്ദേശങ്ങൾ US ഫിഫ്ത്ത് ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നൽകുന്നത് ഈ ഗൾഫ് ഓഫ് ഒമാനിലെ അമേരിക്കൻ കപ്പലാണ്. ആ കപ്പലിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമിച്ചതായി IRGC പറയുന്നത്. എന്നാൽ അതിൽ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ 2 സംവിധാനങ്ങൾ തങ്ങൾ തകർത്തുവെന്ന് IRGC പറയുന്നു. ഒന്ന്, കുവൈറ്റിലെ ഡ്രോൺ മിസൈൽ ഇൻ്റർസെപ്റ്റർ സിസ്റ്റം ഈ ആക്രമണത്തിൽ തകർന്നു. അതുപയോഗിച്ചാണ് കുവൈറ്റിലെ US ബേസിൽ അവർ ഓപ്പറേഷൻസ് നടത്തിയിരുന്നത്. അത് തങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഗൾഫ് ഓഫ് ഒമാനിലെ ഈ US ഫിഫ്ത്ത് ഫ്ലീറ്റ് കപ്പലുമാണ്. ഇത് രണ്ടും വളരെ തന്ത്രപ്രധാനമായ 2 സംഗതികളാണ്. ഇവിടെയാണ് അമേരിക്ക പറയുന്നത് ഇതിൻ്റെ കൃത്യമായ ജിയോ കോർഡിനേറ്റും ജിയോ ലൊക്കേഷനും എത്തിക്കുന്നത് ചൈനയും റഷ്യയും അടങ്ങുന്ന മറ്റൊരു നിഗൂഢ സംഘമുണ്ട് എന്നാണ് പറയുന്നത്. ചൈനയെ ഒന്ന് മയപ്പെടുത്താനാണ് ട്രംപ് പോയതെങ്കിലും അവർ കൃത്യമായി നിലപാട് പറഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ അവർ നൽകിയ സമ്മാനങ്ങൾ പോലും വാരിക്കളഞ്ഞിട്ടാണ് ട്രംപ് മടങ്ങിയതെന്നുമൊക്കെ വാർത്തകളുണ്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് സമ്മാനങ്ങൾ ഉപേക്ഷിച്ചത് എന്ന് പറയുമ്പോഴും ആ സമ്മാനങ്ങൾ പോലും അമേരിക്കയെ ഭയപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു തമാശ. ഏതായാലും ഈ ഗൾഫ് ഓഫ് ഒമാനിലുള്ള ഈ US ഫിഫ്ത്ത് ഫ്ലീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക വ്യൂഹത്തെ ആക്രമിച്ചു എന്ന അവകാശവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.